1920കളിലാണ് ഓസ്ട്രേലിയൻ വ്യോമയാന കമ്പനിയായ ക്വിൻറ്റാസിന്റെ വിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു. അനിഷ്ട സംഭവങ്ങൾ ആവർത്തിച്ചതോടെ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കാമെന്ന ചിന്തയിലായി കമ്പനി അധികൃതർ. അങ്ങനെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ അവരൊരു സൂത്രം കണ്ടുപിടിച്ചു. ജീവനക്കാരുടെ ഭാഗത്ത് തെറ്റുകൾ വന്നാൽ ശിക്ഷിക്കില്ല, പകരം കയ്യബദ്ധമുണ്ടായാൽ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന നിബന്ധന വെച്ചു. ഇതോടെ ജീവനക്കാർ തെറ്റുകൾ തുറന്നു പറയാൻ തുടങ്ങി. ഓരോ തെറ്റുകളും സൂക്ഷ്മമായി പരിശോധിച്ച കമ്പനി ഇതൊഴിവാക്കാൻ മുൻകരുതൽ നടപടിയെടുത്തു. അങ്ങനെ പതുക്കെ പതുക്കെ അപകടങ്ങളുടെ എണ്ണം കുറയാൻ തുടങ്ങി. 1960 ശേഷം ഒരു വിമാനാപകടം പോലും ഉണ്ടായിട്ടില്ലെന്ന് റെക്കോർഡ് സ്വന്തമാക്കാൻ ക്വിൻറ്റാസിന് കഴിഞ്ഞു. തെറ്റുകൾ ശിക്ഷാർഹമായ കുറ്റങ്ങളല്ല എപ്പോഴും, മറിച്ച് തിരുത്തപ്പെടേണ്ട പാഠങ്ങളാണ്. സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് തെറ്റുകൾ ഒഴിവാക്കാനും സുരക്ഷിതത്വം ഉറപ്പാക്കാനും ചെയ്യുന്നത്. അത് സ്ഥാപനത്തിലായാലും നമ്മളുടെ കുടുംബങ്ങളിലായാലും അങ്ങനെ തന്നെയാണ്. ഒരു തെറ്റിന് ഒരാളെ അങ്ങ് ജീവപര്യന്തം അങ്ങ് ശിക്ഷിച്ചു കളഞ്ഞാൽ അയാൾ നന്നാകുമെന്ന ധാരണ വേണ്ട. ആ തെറ്റ് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അന്വേഷിച്ച് അതിലൊരുമിച്ച് നിന്ന് തിരുത്തൽ വരുത്തുമ്പോഴാണ് അയാളും നമ്മളും പിന്നെ നമ്മളുടെ ആ ടീമും രക്ഷപ്പെടുക. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തെറ്റൊരുത്തനെ നിഗ്രഹിക്കാനുള്ള വഴിയായി കാണരുത് എന്നർത്ഥം.